സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ശബ്ദത്തിന്റെ ഉടമയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം മദീന വിട്ടു. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഞാൻ പോവാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തടഞ്ഞു, ബിലാലേ പോവല്ല ബിലാലേ, പോവല്ല ബിലാലേ, നിങ്ങളുണ്ടാകുമ്പോ ഞങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നു. കാരണം മുത്തുനബിയുടെ സമീപത്തിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നവരല്ലേ തങ്ങളെ. ബിലാലേ പോവല്ല മോനെ, പോവല്ല ബിലാലേ, പോവല്ല ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തടയരുത്. കാരണം എന്റെ മുത്തുനബി ഇല്ലാത്ത മദീന, എന്റെ മുത്തു റസൂലുള്ളാഹി ഇല്ലാത്ത മദീന ഒരു നിമിഷം പോലെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ചങ്ക് പൊട്ടി മരിച്ചു പോകും സ്വഹാബ. ഇനി ബിലാൽ ഇവിടെ നിന്നാൽ ഞാൻ മരണപ്പെട്ടു പോകും സ്വഹാബ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തടുത്തു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മുത്തുനബി ഇല്ലാത്ത മദീനത്ത് ഞാൻ എങ്ങനെയാണ് താമസിക്കുന്നത്? എന്റെ മുത്തുനബി ഇല്ലാത്ത മദീനയിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയോട് സലാം പറഞ്ഞിട്ട് പോവുകയാണ്. മദീനയുടെ പൂങ്കുവിൽ യാത്രയായി ബിലാൽ റളിയല്ലാഹു അൻഹു പോവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം മനസ്സ് നിറയെ നബിയാണ്. ആരാരുമില്ലാത്ത ഉമ്മയ്യത്തിന്റെ അടിമച്ചന്തയിൽ ഉമ്മയെ മറ്റൊരു ഭാഗത്ത്, വാപ്പച്ചിയെ മറ്റൊരു ഭാഗത്ത് കെട്ടിയിട്ട് ബിലാലെന്ന കുഞ്ഞുമോനെ ഉമ്മയ്യത്തെ പണിയടിപ്പിക്കുന്നതിന്റെ കടയിലാണല്ലോ. മരുഭൂമിയിൽ കിടത്തിക്കൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന സമയത്താണല്ലോ ഒരു പ്രകാശം പോലെ കടന്നു വന്നില്ലേ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തത്. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹു കിടന്നിറങ്ങുകയാണ്. മദീനയിൽ നിന്ന്, മദീന എന്ന മനോഹരമായ രാജ്യത്തിൽ നിന്ന് പോന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ആരാരുമില്ലാതെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ കിടന്നിറങ്ങുമ്പോഴാണ് കിനാബിലൂടെ കടന്നു വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിനാബിലൂടെ വരികയാണ്. അസ്സലാമു അലൈക്കും യാ ബിലാൽ, അസ്സലാമു അലൈക്കും യാ ബിലാൽ. ബിലാലേ, ഈ മുത്തുനബിയോടെ പിണക്കമാണോ ബിലാൽ? എന്നോട് പിണക്കമാണോ ബിലാൽ? പിണങ്ങിയോ ബിലാലെ, പിണങ്ങിയോ മോനെ, പിണങ്ങിയോ മോനെ, പിണങ്ങിയോ ബിലാലെ? ഈ മുത്തുനബിയുടെ മദീനയിൽ നിന്ന് എന്തിനാ നിങ്ങൾ നാട് വിട്ടു പോകുന്നത്? ഈ മുത്തുനബിയുടെ മദീന ഉപേക്ഷിച്ച് എന്തിനാ ബിലാലെ നിങ്ങൾ പടിയിറങ്ങിയത്? ഈ മുത്തുനബിയുടെ മദീന നിങ്ങൾക്ക് ഇഷ്ടമില്ലേ ബിലാലെ? ഈ മുത്തുനബിയുടെ മദീന നിങ്ങൾക്ക് സ്നേഹമില്ലേ ബിലാലെ? ഈ മുത്തുനബിയുടെ മദീനയോട് നിങ്ങൾക്ക് പ്രേമമില്ലേ ബിലാലെ? ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. അല്ലാഹുവേ, കനവിലൂടെ മുത്തു റസൂലുള്ളാഹി കടന്നു വരികയാണ്. കിനാബിലൂടെ മുത്തു റസൂലുള്ളാഹി കടന്നു വന്നുകൊണ്ട് ബിലാൽ തങ്ങളോട് പറഞ്ഞു, ബിലാലെ നിങ്ങൾ മദീനയിലേക്ക് ഒന്ന് വരുമോ? രാത്രി സമയത്ത് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് ഓടുകയാണ്. ഇലൽ മദീന, മദീനയുടെ പരിശുദ്ധമായ മണ്ണിലേക്ക്, പരിശുദ്ധമായ മദീനയുടെ പവറുള്ള മണ്ണിലേക്ക്
പാതിരാ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ സുബഹിയുടെ മുമ്പാണ് മദീനയിലെത്തുന്നത്. സുബഹിയുടെ മുമ്പാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെത്തുന്നത്. എല്ലാവരും കിടന്നിറങ്ങുകയാ. മദീനയുടെ മസ്ജിദുൻ നബിയുടെ പരിസരത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പയ്യെ പയ്യെ നടന്നു വരികയാ. എന്റെ മുത്തുനബിയില്ലാത്ത മദീന, ആ മദീനയിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നതെന്ന എന്റെ മുത്തുനബി ലോകത്തോടെ വിട പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് മദീനത്ത് വരുന്നത്. എന്റെ കാലുകൾക്ക് ശക്തി തരണമല്ല, എന്റെ അവയവങ്ങൾക്ക് നീ ശക്തി തരണേ അല്ലാ. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിസരത്ത് വന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. അല്ലാഹ് നബിയേ, ബിലാൽ തങ്ങളെ സമീപത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, എനിക്ക് തങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, പക്ഷേ തങ്ങളില്ലാത്ത മദീന ഈ ബിലാലിന് സഹിക്കില്ല നബിയേ. തങ്ങളില്ലാത്ത മദീന ബിലാലിന് സഹിക്കൂല നബിയേ. തങ്ങളില്ലാത്ത മദീന, തങ്ങളെ പരിശുദ്ധമാരാ ആ ഒരു സമീപനം ലഭിക്കാത്ത മദീന ഈ ബിലാലിന് സഹിക്കൂല തങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ മദീന വിട്ടുപോയത്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മസ്ജിദുൻ നബിയിലെ സുബഹിയുടെ മുമ്പാണ് എത്തിയത്. അല്ലാഹുവേ, സ്വഹാബത്തിന് സന്തോഷമായി, സ്വഹാബത്തിന് സന്തോഷമായി. സ്വഹാബത്ത് ബിലാൽ തങ്ങളോട് പറഞ്ഞു, ബിലാലേ, എത്ര വർഷമായി ബിലാലേ, എത്ര ദിവസങ്ങളായി, എവിടെയായിരുന്നു മോനെ, എവിടെയായിരുന്നു ബിലാലേ, എവിടെയായിരുന്നു ബിലാലേ? മുത്തുനബി പോയതിന് ശേഷം ഞങ്ങളൊക്കെ സങ്കടത്തിലാണ്. പിന്നെ നിങ്ങളും പോയാലോ ഞങ്ങൾക്കതിലേറെ വലിയ വിഷമമാണ് ബിലാലേ. എന്ത് പറ്റി ബിലാലേ? ഞങ്ങളോട് വെറുപ്പാണോ? അല്ല സ്വഹാബാ, എന്റെ മുത്തുനബി ഇല്ലാത്ത മദീനയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് സങ്കടമാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ സമയമായി. സ്വഹാബത്ത് വന്ന് പറഞ്ഞു, ബിലാലേ, ഒന്ന് ബാങ്ക് കൊടുക്കോ ബിലാലേ, ഒന്ന് ബാങ്ക് കൊടുക്കോ ബിലാലേ, ഒരു തവണയൊന്ന് ബാങ്ക് കൊടുക്കോ ബിലാലേ. എത്ര കാലമായി ബിലാലേ നിങ്ങളെ ബാങ്ക് കേട്ടിട്ട്, എത്ര കാലമായി ബിലാലേ? മുത്തുനബിയുടെ പാട്ടുകാരനായ മദീനയുടെ പൊങ്കുയിലായ ബിലാൽ, മദീനയുടെ ബാങ്കുകാരനായ ബിലാൽ, അവിടുത്തെ ബാങ്ക് കേൾക്കാൻ വല്ലാത്തൊരു സുഗന്ധമാ. ആ ബാങ്ക് കേൾക്കുമ്പോ മദീനയോടുള്ള മഹബത്ത് ഞങ്ങൾക്കറിയാതെ വർദ്ധിക്കുകയാണ്. ആ ബാങ്ക് കേൾക്കുമ്പോ ഹൃദയത്തിന്റെ അകത്ത് മദീനയോടുള്ള മഹബത്ത് വല്ലാതെ അടിച്ചുയരുകയാണ്. അതുകൊണ്ട് ബിലാലേ, ഒന്ന് ബാങ്ക് കൊടുക്കോ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാനേ കഴിയൂല, എന്റെ മുത്തു റസൂലുള്ളാഹില്ലാത്ത മദീനയിൽ ബാങ്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. എന്റെ മുത്തുനബി ഇല്ലാത്ത മദീനയല്ലേ, എന്റെ മുത്തു റസൂലുള്ളാഹില്ലാത്ത മദീനയല്ലേ, എന്റെ മുത്തുനബി ഇല്ലാത്ത മദീനയിലേക്ക്, ആ മദീനയിൽ എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയൂല. സ്വഹാബത്ത് വന്ന് പലരും പറഞ്ഞു, ബിലാലേ, ഒന്ന് കൊടുക്കോ ബിലാലേ, ഒരു തവണയെങ്കിലും ബാങ്ക് കൊടുക്കോ ബിലാലേ, ഒരു തവണയെങ്കിലും ബാങ്ക് കൊടുക്കോ ബിലാലേ. സ്വഹാബത്തിനോട് ബിലാൽ തങ്ങൾ പറഞ്ഞു, ഇല്ല, കഴിയൂല സ്വഹാബ. ആ മുത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ നാമം പറയുമ്പോ എന്റെ ശബ്ദം ഇറങ്ങിപ്പോകും സ്വഹാബ, എന്നെ കൊണ്ട് കഴിയൂല. അവസാന സ്വഹാബത്ത് കാട്ടിയ ഒരു അടവുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് മദീനയുടെ മസ്ജിദുൻ നബിയിലെ ബാങ്ക് കൊടുപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാക്കളായ മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഹസൈൻ തങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളൊന്ന് ബിലാലിനോട് പറയുക, നിങ്ങൾ പറഞ്ഞാൽ ബിലാൽ തട്ടിക്കളയൂല. കാരണം പറയുന്നത് തങ്ങന്മാരാണ്. തങ്ങന്മാർ
പറഞ്ഞാ തട്ടാൻ പറ്റുമോ നമുക്ക്? സയ്യിദന്മാര് പറഞ്ഞാ തള്ളിക്കളയാൻ പറ്റുമോ നമുക്ക്? സയ്യിദന്മാരെ ആദരിക്കുന്ന ഉമ്മത്തായി നമ്മൾ മാറണേ. തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരായി നമ്മൾ മാറണേ. ആരെയും നമ്മൾ കുറ്റം പറയരുത്, ഒരാളെയും നമ്മൾ ഗീബത്ത് പറയരുത്, ഒരാളെയും നമ്മൾ നമീമത്ത് പറയരുത്. മുഴുവൻ സാദാത്യങ്ങൾ ആദരിക്കുന്ന മനസ്സ് വേണം ചെറുപ്പക്കാരാ. മുഴുവൻ തങ്ങന്മാരെ ബഹുമാനിക്കുന്ന മനസ്സ് വേണം ചെറുപ്പക്കാരാ. ആ സാദാത്യങ്ങളെ കൊണ്ട് മാത്രമാണ് നമുക്കുള്ള രക്ഷ. ആ സയ്യിദന്മാരെ കൊണ്ട് മാത്രമാണ് നമുക്കുള്ള രക്ഷ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു മുമ്പ് വന്നുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന ബിലാൽ തങ്ങളെ ഒരേ തവണ പാങ്കൊടുക്കോ ബിലാലെ. അവിടുത്തെ ശബ്ദം കേൾക്കാൻ എന്തോ ഒരു വലിയ സുഗന്ധമാ. മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ബാങ്കുകാരനല്ലേ, മുത്തുനബി സ്നേഹിച്ച ബാങ്കുകാരനല്ലേ, മുത്തുനബിയുടെ സമീപത്ത് വന്ന് പലതവണ ബാങ്ക് കൊടുത്തവരല്ലേ. ഒന്ന് ബാങ്ക് കൊടുക്കോ ബിലാലെ, ഒന്ന് ബാങ്ക് കൊടുക്കോ ബിലാലെ, ഒന്ന് ബാങ്ക് കൊടുക്കോ ബിലാലെ. മദീനയുടെ മസ്ജിദുൻ നബിയുടെ പരിസരത്ത് വന്ന മഹാനായ ബിലാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുകയാൽ മദീനയുടെ കരിഞ്ഞിണങ്ങിയ ഈന്തപ്പനത്തൈകൾ ഇങ്ങനെ പച്ച പിടിച്ചു വരികയാണ്. ഉറങ്ങിക്കിടക്കുന്ന മദീനക്കാര് ഞെട്ടിയുണരുകയാ. ഇത് മുത്തു റസൂലുള്ള തിരിച്ചു വന്നു. ഈ മദീനയിൽ മുത്തുനബി തിരിച്ചു വന്നു. ഈ മദീനയിലേക്ക് മുത്തുനബി വീണ്ടും തിരിച്ചു വന്നു. മുത്തുനബിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആസ്വദിച്ച വാങ്ക, മുത്തുനബിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കേട്ട വാങ്ക, മുത്തുനബിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിന്റെ അകത്ത് വിഷമങ്ങളെ, പ്രയാസങ്ങളെ, സങ്കടങ്ങളെ, കണ്ണീരുകളെ, കടൽ കട്ടകളെ, ദുഃഖഭാരങ്ങളെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുന്നത് ബിലാലിന്റെ മധുര മനോഹരമായ ശൈലിയിലുള്ള ആ ബാങ്ക് കേൾക്കുമ്പോഴാണല്ലോ. അല്ലാഹുവേ, മദീനയിലേക്ക് ജനങ്ങളെല്ലാം ഓടി ഒരുമിച്ച് കൂടുകയാണ്. മദീന 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 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിലാൽ തങ്ങൾ ബാങ്ക് തുടരുകയാണ്. വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലോടെ ബോധം നഷ്ടപ്പെട്ട് വീണു പോവുകയാണ്. മനസ്സിന്റെ അകത്ത് മുഴുവനും മുത്തുനബിയോടുള്ള പ്രേമമാണ്. മനസ്സിന്റെ അകത്ത് മുഴുവനും മുത്തുനബിയോടുള്ള സ്നേഹമാണ്. മനസ്സിന്റെ അകത്ത് മുഴുവനും മുത്തുനബിയോടുള്ള കാതലാണ്. അല്ലാഹുവേ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. എന്തേ ചെറുപ്പക്കാരാ, ഈ ചരിത്രം നിങ്ങളെ മുമ്പിൽ ഞാൻ പറഞ്ഞു തന്നതെന്തിനാ? പരിശുദ്ധമായ പുണ്യ റബീഇന്റെ പവറുള്ള ദിവസങ്ങൾ നമ്മെല്ലാം കടന്നു പോകുമ്പോ അല്ലാഹുവേ, ഓരോ ദിവസവും മദീനയോടുള്ള സ്നേഹം കൂടട്ടെ നമുക്ക്. ഓരോ ദിവസവും മദീനയോടുള്ള മഹബ്ബത്ത് കൂടട്ടെ.